വർഷകാലത്ത് യാത്രാ ദുരിതം പേറി ഇടുക്കി ആറക്കുളം പഞ്ചായത്തിലെ തെക്കുംഭാഗം ആദിവാസി ഉന്നതിയിലുള്ളവർ മുളങ്കമ്പും തടിയും പഴയ ടെലിഫോൺ പോസ്റ്റും ഉപയോഗിച്ചുണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്ര ഏവരെയും ഭയപ്പെടുത്തും. ചെരുവുകളും പാറക്കെട്ടുകളുമടക്കം അപകട മേഖലകൾ താണ്ടിയുള്ള തെക്കുഭാഗം നിവാസികളുടെ യാത്രാദുരിതത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പഠനമോ ജോലിയോ എന്തുമാകട്ടെ സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരിക എന്നത് ഇവർക്ക് ഇന്നും സ്വപ്നം മാത്രമായി തുടരുന്നു. ഒരു കാലൊന്ന് തെറ്റിയാൽ താഴെ കിടണം. അപ്പോൾ ഭയങ്കര ഒരു അപകടപരമായ ഒരു രീതിയിലാണ് ഞങ്ങൾ ആ യാത്ര ചെയ്യുന്നത്. ഡാമും പാലവും ഉണ്ട്. ആ പാലത്തിൽ കൂടെയാണ് പോകുന്നത്. ആ പാലം എന്ന് പറഞ്ഞാൽ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു പാലമാണ്. അതിൽ പാലം എപ്പോൾ വേണേലും താഴെ വീഴുന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവർക്കാണ് കൊച്ചു കുട്ടികളാണ്. അവരെങ്ങനെ ആ പാലം കടത്തി ഡാം കടത്തി കയറ്റി വിടുന്ന ആ രക്ഷിതാക്കളുടെ ഉള്ളിൽ ആ ഒരു വേദന ഇപ്പോഴും ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു പാലം വേണമെന്നാണ് ആഗ്രഹം. വനത്തിൽ നിന്നുൾപ്പെടെ വെള്ളം ഈ പുഴയിലൂടെ കുതിച്ചെത്തും. രാവിലെയും വൈകിട്ടുമായുള്ള സാഹസിക നിറഞ്ഞ യാത്ര കുട്ടികളിൽ സൃഷ്ടിക്കുന്ന മാനസികാഘാതവും വലുതാണ്. 2018 കനത്ത പ്രളയത്തിൽ ആ പാലം തകർന്ന് പോവുകയുണ്ടായി. ഇപ്പോൾ താൽക്കാലികമായി ഇവിടുത്തെയുള്ള ആളുകൾ ഇല്ലി, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റുകൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചൊരു താൽക്കാലിക പാലമാണ്. ആ പാലത്തിലൂടെ ചെറിയ 5 വരെയുള്ള കുട്ടികൾ ഇവിടുന്ന് നടന്നാണ് പഠിക്കുന്നത്. അപ്പോൾ കാൽ വഴുതി വീഴാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മളൊരു അപകടം ഉണ്ടായിട്ട് നമ്മളതിനെ ന്യായീകരിക്കുന്നേക്കാളും നല്ലത് ഒരു അപകടം ഉണ്ടാകാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് എത്രയും വേഗം ചെയ്യേണ്ടത്. ഇപ്പോൾ പതിപ്പള്ളി തെക്കുംഭാഗം റോഡും എടാട് അമ്പലപ്പടി റോഡും തമ്മിലൊരു 200 മീറ്ററിൻ്റെ ഒരു പാലം നിർമ്മിക്കുകയാണെങ്കിൽ 2 റോഡുകൾ തമ്മിൽ കണക്റ്റ് ആവുകയും ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ അത് ഉപകാരപ്രദമായി മാറുകയും ചെയ്യും. ആദിവാസി ഉന്നതിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും തങ്ങളുടെ പരാതിയിൽ നടപടി വേണമെന്നുമാണ് ഊരുകൂട്ടത്തിൻ്റെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.